Dear students, welcome to social science class. Okay, good morning to all. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഹിസ്റ്ററിയിലെ ആദ്യ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് നമുക്കറിയാം, റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദി വേൾഡ്. ആ ചാപ്റ്ററിലെ ആദ്യത്തെ റവല്യൂഷൻ ആയിട്ടുള്ള അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലേ, അമേരിക്കൻ റവല്യൂഷൻ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തത്. നമുക്കറിയാം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ, അതിൻ്റെ ഇൻഫ്ലുവൻസ്, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഏകദേശം 16th സെഞ്ചുറിയിലെ ആയപ്പോഴത്തേക്കും യൂറോപ്യൻസ് എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തു? നോർത്ത് അമേരിക്കയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തു. 18th സെഞ്ചുറിയിലാകുമ്പോൾ അവിടെ എത്ര കോളനീസ് ഉണ്ടാക്കി? 13 കോളനികളായിട്ട് രൂപീകരിച്ചു അല്ലെ. യൂറോപ്യൻസ് നോർത്ത് അമേരിക്കയെ 13 കോളനികളായിട്ട് വിഭജിച്ചു. അങ്ങനെ ആ വിഭജിച്ച കോളനികളിൽ അവരെന്ത് നടത്തുന്നു? എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്നു. പിന്നെ അവിടെ മെർക്കന്റലിസ്റ്റ് ലോസ് കൊണ്ടുവരുന്നു. ഇങ്ങനെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം അതിനെതിരെ അവിടെയുള്ള ആളുകൾ, നോർത്ത് അമേരിക്കൻ പീപ്പിൾ അതിനെതിരെ പ്രതികരിക്കുകയാണ്. ബോസ്റ്റൺ ടീ പാർട്ടി അല്ലേ, ബോസ്റ്റൺ ടീ പാർട്ടിയിലൂടെ തുടങ്ങി ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, തേർഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, അല്ലെങ്കിൽ അമേരിക്കൻ ഡിക്ലറേഷൻ അല്ലേ, ഇൻഡിപെൻഡൻസ് ഓഫ് ഡിക്ലറേഷൻ. അത് എന്ത് ചെയ്യുന്നു? അവിടെ നടപ്പിലാക്കുന്നു. 1781 അവരുടെ യുദ്ധം എന്ത് ചെയ്യുന്നു? എൻഡ് ആവുകയാണ്. അമേരിക്കയും യൂറോപ്യൻസും തമ്മിലുള്ള യുദ്ധം 1781 അവസാനിക്കുന്നു. 1783 ട്രീറ്റി ഓഫ് പാരീസിൻ ഉടമ്പടി അല്ലേ, ആ ഒരു ട്രീറ്റി ഓഫ് പാരീസിൻ്റെ ഭാഗമായിട്ട് യൂറോപ്യൻസ് റാക്ടിഫൈസ് ദ 30 കോളനീസ് ആസ് എ ഫ്രീഡം അല്ലേ. ആ 30 കോളനീസിന് അവരെന്ത് ചെയ്യുന്നു? ദ ഫ്രീഡം, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ലോകത്ത് നടന്നിട്ടുള്ള മറ്റൊരു മഹത്തായ അല്ലെങ്കിൽ മറ്റൊരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു റവല്യൂഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫ്രഞ്ച് റവല്യൂഷൻ അല്ലേ. ഏത് റവല്യൂഷനാണ്? ഫ്രഞ്ച് റവല്യൂഷനാണ്, അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പോൾ ചാപ്റ്റർ നിങ്ങളെ ടെക്സ്റ്റ് ബുക്കൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കിട്ടിയ ആളുകൾ അവരെന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കൊക്കെ ഓപ്പൺ ആക്കി വെക്കുക അല്ലേ. ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഭാഗം എടുക്കുക. ഫ്രഞ്ച് റവല്യൂഷൻ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അല്ലേ. നമ്മൾ ഈ ഫ്രഞ്ച് റവല്യൂഷൻ ടോട്ടലായിട്ട് നമ്മൾ എടുക്കും ഫ്രഞ്ച് റവല്യൂഷൻ. ഓക്കെ, നമുക്ക് നോക്കാം ഫ്രഞ്ച് റവല്യൂഷൻ. ആദ്യം 3 ആ ഒരു ടോപ്പിക്കിലോട്ട് നമ്മൾ കടക്കുമ്പോൾ അവിടെ 3 കൊട്ടേഷൻസ് നൽകിയിട്ടുണ്ട് അല്ലേ. ആരുടെയാണ്? നോക്കൂ ഫസ്റ്റത്തെ നോക്കൂ, ലൂയിസ് 14 അല്ലേ. ലൂയിസ് 14 അവിടുത്തെ രാജാവാണ്. എവിടുത്തെ? ഫ്രാൻസിലെ രാജാവാണ് ആര്? ലൂയിസ് 14. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വേർഡ്സ് അവിടെ നൽകിയിട്ടുണ്ട്. ഐ ആം ദ സ്റ്റേറ്റ്. അദ്ദേഹം പറഞ്ഞ കേട്ടോ, രാജാവ്, ഫ്രാൻസിലെ രാജാവ് പറഞ്ഞതാ. എന്ത്? ഐ ആം ദ സ്റ്റേറ്റ്, ഞാനാണ് എന്ത്? രാഷ്ട്രം, ഞാനാണ് രാജ്യം. God has given absolute power to the king അല്ലേ. എന്താ? ദൈവം എനിക്ക് എന്ത് തന്നിട്ടുണ്ട്? പൂർണ്ണ അബ്സല്യൂട്ട് പവർ, പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ട്. ടു ദ കിങ് ഓവർ ഹിസ് സബ്ജക്ട്സ് അല്ലേ, അദ്ദേഹത്തിൻ്റെ വിഷയങ്ങളിൽ. എന്ത്? ദൈവം രാജാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണ എന്ത് നൽകിയിട്ടുണ്ട്? പവർ, അധികാരം നൽകിയിട്ടുണ്ട്. ഓൺലി ഗോഡ് ഹാസ് ദ അതോറിറ്റി ടു ക്വസ്റ്റ്യൻ ഹിം. അതുകൊണ്ട് ദൈവത്തിന് മാത്രമേ എന്നോട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ, ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആര് പറഞ്ഞത്? ലൂയിസ് 14 അല്ലേ, ലൂയിസ് 14 അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത നോക്കൂ, ലൂയിസ് 15 പറഞ്ഞിട്ടുള്ളത് നോക്കൂ. ആഫ്റ്റർ മീ ദ ഡെല്യൂജ്, ആഫ്റ്റർ മീ
ദ ഡെല്യൂജ്. എന്താ ഡെല്യൂജ് എന്ന് പറഞ്ഞാൽ പ്രളയം. അപ്പൊ ആഫ്റ്റർ മീ, എനിക്കു ശേഷം എന്താണ്? പ്രളയമാണ്. അതാണ് ലൂയിസ് 15 പറഞ്ഞിട്ടുള്ളത്. ഇനി മേരി അന്റോണിയറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ രാജാവിന്റെ ഭാര്യയാണ്. ആ സ്ത്രീ പറഞ്ഞിട്ടുള്ള എന്താണ്? ഇഫ് ദേ ക്യാൻ ഈറ്റ് ബ്രെഡ്, അല്ലെ, ഇഫ് ദേ ക്യാൻ, അവർക്ക് എന്ത് ബ്രെഡ് ഭക്ഷിക്കാനില്ലെങ്കിൽ ലെറ്റ് ദം ഈറ്റ് കേക്ക്, അവർ കേക്ക് തിന്നട്ടെ. അവർക്ക് ഭക്ഷണം ഇല്ലെങ്കിൽ, ബ്രെഡ് ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ? കേക്ക് തിന്നട്ടെ എന്നുള്ള ഒരു വേർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് രാജാക്കന്മാരും രാജാവിൻ്റെ പത്നിയുമാണ്, അല്ലേ? മേരി അന്റോണിയറ്റ് രാജാവിൻ്റെ ഭാര്യ. അപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത് ലൂയിസ് 14 പറയുന്നു എന്ത്? ഞാനാണ് രാഷ്ട്രം, ഞാൻ പറയുന്നതാണ് ഇവിടെ അധികാരം, എനിക്ക് ദൈവം തന്നതാണ് ഈ അധികാരം. മറ്റൊരാൾ പറയുന്നു എന്ത്? എനിക്ക് ശേഷം എന്താണ്? ഇവിടെ പ്രളയമാണ്, അതായത് എനിക്ക് ശേഷം ഈ രാജ്യമേ ഇല്ല. പിന്നെ വേറൊരാൾ പറയുന്നു, മേരി അന്റോണിയറ്റ് പറയുന്നു എന്ത്? അവർക്ക് ബ്രെഡ് ഇല്ലെങ്കിൽ എന്താ? ഭക്ഷണമായിട്ടുള്ള ബ്രെഡ് ഇല്ലെങ്കിൽ അവർ കേക്ക് തിന്നട്ടെ എന്ന്. അപ്പൊ ഇതിനൊക്കെ അർത്ഥം അവിടെ എന്ത് ഭരണമായിരുന്നു നിലനിന്നിരുന്നത്? രാജഭരണമായിരുന്നു. ആ രാജാക്കന്മാര് എങ്ങനത്തെ ഭരണമായിരുന്നു നിലനിർത്തിയിരുന്നത്? ദേ ആർ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്. അവർ ഏകാധിപത്യ ഭരണ വ്യവസ്ഥയായിരുന്നു നടപ്പിലാക്കിയിരുന്നത്. അപ്പൊ ഫ്രാൻസിൽ എങ്ങനത്തെ ഭരണമായിരുന്നു? ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്, ഏകാധിപത്യ ഭരണാധികാരികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് നടക്കാം. ദ സ്റ്റേറ്റ്സ്മെൻ മെയ്ഡ് ബൈ ദ റൂളേഴ്സ് ഓഫ് ഫ്രാൻസ് ഇൻ ദി 17th ആൻഡ് 18th സെഞ്ചുറി. ഏകദേശം 17th 18th 17ാം നൂറ്റാണ്ടിലും 18ാം നൂറ്റാണ്ടിലൊക്കെ അവിടെയുള്ള ഫ്രാൻസിലെ രാജാക്കന്മാർ നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇതൊക്കെ. ഓക്കെ, ആ ചിത്രത്തിൽ കൊടുത്ത് ദ പാലസ് ഓഫ് വേഴ്സായിസ്, രാജാവിന്റെ കൊട്ടാരമാണ്, വേഴ്സായി കൊട്ടാരമാണ് ആ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, വിച്ച് വാസ് ദ സെന്റർ ഓഫ് ദെയർ പവർ. അതായിരുന്നു, ആ വേഴ്സായി കൊട്ടാരമായിരുന്നു അവരുടെ രാജാക്കന്മാരുടെ അധികാര കേന്ദ്രമായിരുന്നു. ഓക്കെ, അപ്പോൾ ഫ്രാൻസിൽ നമ്മൾ 3 ആളെ പഠിച്ചു. ഒന്ന് അവിടുത്തെ രാജാക്കന്മാർ ഏതൊക്കെ? ലൂയിസ് 14, ലൂയിസ് 15, അവരുടെ ഭാര്യ മേരി അന്റോണിയറ്റ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രാൻസിന്റെ ഒരു അവസ്ഥയാണ്. എങ്ങനെയായിരുന്നു? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ദേ ആർ ഓട്ടോക്രാറ്റിക് റൂൾ, അല്ലെ? ഫ്രാൻസിൽ എന്തായിരുന്നു? ഏകാധിപത്യ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. ഓട്ടോക്രാറ്റിക് റൂൾ, അവിടെ എന്തായിരുന്നു? ഏകാധിപത്യ ഭരണമായിരുന്നു ഉണ്ടായിരുന്നു. ഓക്കെ, ആദ്യത്തെ പോയിന്റ് നമുക്ക് എഴുതാം, ഓട്ടോക്രാറ്റിക് റൂൾ, അല്ലെ? അവിടെ എന്താണ്? ഏകാധിപത്യ ഭരണമായിരുന്നു നിലനിന്നിരുന്നത്. ആൻഡ് പറയുന്നു റൂളേഴ്സ് വേർ സ്ക്വണ്ടേഴ്സ്. എന്താ റൂളേഴ്സ് വേർ സ്ക്വണ്ടേഴ്സ് എന്ന് പറഞ്ഞാല് അവിടുത്തെ ഭരണാധികാരികള് ധൂർത്തന്മാരായിരുന്നു. സ്ക്വണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ധൂർത്തന്മാര്. അപ്പൊ അത് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. എന്ത്? ദ റൂളേഴ്സ് വേർ സ്ക്വണ്ടേഴ്സ്, ധൂർത്തന്മാരായിരുന്നു. അത് ധൂർത്തന്മാരാന്ന് പറയാൻ കാരണം നമുക്ക് നെക്സ്റ്റ് ഒന്ന് നോക്കാം. വാട്ട് കുഡ് ബി ദ പ്ലൈറ്റ് ഓഫ് ദ പീപ്പിൾ അണ്ടർ സച്ച് റൂൾ. അപ്പൊ ഇങ്ങനത്തെ ഒരു അവിടുത്തെ ഭരണാധികാരികളുടെ ഒരു ഏകദേശം ചിത്രം കിട്ടിയില്ലേ? അവരെങ്ങനത്തെ ആളുകളായിരുന്നു? ഏകാധിപത്യ ഭരണമായിരുന്നു, ഇല്ലേ? ഞാനാണ് എൻ്റെ ടോപ്പ്, ഞാൻ പറയുന്നതാണ് വാക്കുകൾ എന്നുള്ളതൊക്കെ ഉള്ള രീതിയിലുള്ളതാണ് ഓട്ടോക്രാറ്റിക് റൂള്. പിന്നെ അതുപോലെ അവരെന്തായിരുന്നു? ധൂർത്തന്മാരായിരുന്നു, ദേ വർ സ്ക്വണ്ടേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകളുടെ, സാധാരണ ആളുകളുടെ അവസ്ഥ എന്തായിരുന്നു നമുക്ക് നോക്കാം. ഇൻ ഫ്രാൻസ് 9/10 ഓഫ് ദ പോപ്പുലേഷൻ ഡൈഡ് ഓഫ് ഹങ്കർ, അല്ലെ? 10, അതായത് 10 ആളുകളുണ്ടെങ്കിൽ ടോട്ടൽ 10 ആളുകളുടെ അതിൽ 9 ആൾക്കാരും എങ്ങനെ മരിക്കും? വിശന്ന് പട്ടിണി കിടന്ന് മരിക്കും. ഹങ്കർ. ആൻഡ് 1/10 ഓഫ് ഇൻഡിഗേഷൻ, അല്ലേ? അതിൽ 10ൽ ഒരാൾ എങ്ങനെ മരിക്കുക? ഭക്ഷണം അധികമായിട്ട്, അല്ലെങ്കിൽ ഭക്ഷണം ഒരുപാട് കഴിച്ചിട്ട് ആണെന്ത് ഒരാൾ മരിക്കുക.
അപ്പോൾ 10 പേരാണ് പോപ്പുലേഷൻ എടുത്താൽ അതിൽ 9 ആളുകളും പട്ടിണി മൂലം മരിക്കുന്നു, ഒരാള് എന്ത് ഭക്ഷണം കൂടുതൽ കഴിച്ച് അങ്ങനെയും മരിക്കുന്നു അല്ലേ. അപ്പൊ നമുക്കൊരു ഏകദേശം ചിത്രം കിട്ടി. പണക്കാരാണ് അവിടെ ഏറ്റവും ടോപ്പിൽ ഉണ്ടായിരുന്നത്, അവരടുത്ത പൈസ ഉണ്ടായിരുന്നു. പാവപ്പെട്ടവരുടെ പൊതുജനങ്ങളുടെ അടുത്ത് എന്തുണ്ടായിരുന്നില്ല, അവിടെ തീരെ എന്തുണ്ടായിരുന്നില്ല, അവർക്കൊരു പട്ടിണിയായിരുന്നു. ദേവർ മിസറി അല്ലെ, അവർ ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം ദിസ് ദാറ്റ് വൈൽ ദ മജോറിറ്റി ഇൻ ഫ്രാൻസ് ലിവ്ഡ് ഇൻ മിസറി അല്ലെ. അതുകൊണ്ട് ഫ്രാൻസിലെ മജോറിറ്റി പീപ്പിൾസ് ദ മജോറിറ്റി ഇൻ ഫ്രാൻസ്, majority in France, they lived മിസറി. എന്താ മിസറി എന്ന് പറഞ്ഞാല് പട്ടിണി അല്ലെ, അല്ലെങ്കിൽ ദുരിതപൂർണമായിട്ടുള്ള ജീവിതമായിരുന്നു എന്ത് മെജോറിറ്റിയിലെ ഭൂരിഭാഗം ആളുകളും, ഫ്രാൻസിലുള്ള ഭൂരിഭാഗം ആളുകളും ദുരിതപൂർണമായിട്ടുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. മൈനോറിറ്റി പറഞ്ഞാൽ കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ എന്ത് ന്യൂനപക്ഷ ആളുകൾ, ഇൻക്ലൂഡിങ് ദ റൂളേഴ്സ് അല്ലെ, ഭരണാധികാരികള്, ദേ ലെഡ് ലൈഫ് ഓഫ് ലക്ഷറി ആൻഡ് എക്സ്ട്രാവജൻസ്. അവരെങ്ങനത്തെ ജീവിതമായിരുന്നു നയിച്ചിരുന്നത്, ലക്ഷറി ലൈഫായിരുന്നു അല്ലെ. മൈനോറിറ്റി പീപ്പിള് എങ്ങനെയായിരുന്നു, ദേ ലെഡ് ദ ലക്ഷറി ലൈഫ് ആൻഡ് എക്സ്ട്രാവജൻസ്. ലക്ഷറി ലൈഫ് എന്ന് പറഞ്ഞാൽ ആഡംബരപൂർണമായിട്ടുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ആൻഡ് എക്സ്ട്രാവജൻസ് അല്ലെ, എക്സ്ട്രാവജൻസ് എന്ന് പറഞ്ഞാല് ദൂർത്ത് അടിക്കുന്ന രീതിയിലുള്ള ഭരണമായിരുന്നു അവർ നടത്തിയിരുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും, അവിടുത്തെ രാജാക്കന്മാര് they led the life of luxury and extravagance അല്ലേ. നമുക്ക് അവിടുത്തെ രാജാക്കന്മാര് ധൂർത്തന്മാരും ആഡംബര ജീവിതമായിരുന്നു നയിച്ചിരുന്നത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്ത പോയിന്റ് നമുക്ക് എന്ത് ചെയ്താം, ലക്ഷറിയസ് ലൈഫ് ആൻഡ് ലക്ഷറി ലൈഫ് ആൻഡ് രാജാക്കന്മാരുടെ ആഡംബര ജീവിതവും അതുപോലെ ധൂർത്തും അല്ലെ, ഇതും പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ പോയിന്റ് ആയിട്ട് എഴുതുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് നോക്കി വെക്കണം. ഫ്രഞ്ച് റവല്യൂഷന്റെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അല്ലേ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ടോട്ടലായിട്ട് ചെയ്യാനുണ്ട്. ഇപ്പം ഞാൻ ഇതിങ്ങനെ വായിക്കുന്നുള്ളൂ, ജസ്റ്റ് ഇങ്ങനെ വായിച്ച് നിങ്ങൾക്ക് ഐഡിയകൾ തരുന്നു, അതിനുശേഷം നമ്മളിത് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ക്ലിയർ from this what while the majority in France lived in misery അല്ലെ. മെജോറിറ്റി പീപ്പിൾ എങ്ങനെയാണ്, they lived in misery അല്ലെ, ദുരിതപൂർണമായിട്ടുള്ള ജീവിതമാണ് നയിച്ചിരുന്നത്. ആൻഡ് മൈനോറിറ്റി പീപ്പിൾ ഇൻക്ലൂഡിങ് ദ കിങ്സ് അല്ലെ, മൈനോറിറ്റി പീപ്പിൾ അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഭാഗം ആളുകൾ മാത്രം എങ്ങനെയായിരുന്നു, they led the luxurious life, അവര് ആഡംബരപൂർണമായിട്ടുള്ള ജീവിതമായിരുന്നു നയിച്ചത്. ആൻഡ് എക്സ്ട്രാവജൻസ് അതായത് ദൂർത്തടിച്ചിട്ടുള്ള ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. ഓക്കെ, ദിസ് സിറ്റുവേഷൻ വാസ് ദ റിസൾട്ട് ഓഫ് ദി സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഫ്രാൻസ്. അപ്പൊ ഈ ഒരു സമയത്ത് അവിടെ എന്ത് നിലനിന്നിരുന്നു, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഫ്രാൻസ്. ഓക്കെ, ഫ്രാൻസിൽ എങ്ങനത്തെ ഇൻഇക്വാലിറ്റി അസമത്വങ്ങൾ ഉണ്ടായിരുന്നു, സോഷ്യലും എക്കണോമിക്കലും. സോഷ്യൽ എന്ന് പറഞ്ഞാൽ സാമൂഹികപരമായിട്ടും എക്കണോമിക്കൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ടും. അപ്പോൾ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അവിടെ ഒരു അസമത്വങ്ങൾ നിലനിന്നിരുന്നു. എവിടെ, ഫ്രാൻസിൽ. അതായത് പണക്കാരെ ഏറ്റവും ടോപ്പില്, പിന്നെ പാവപ്പെട്ടവർ താഴെ എന്നുള്ള ആ ഒരു ഡിവിഷൻ അല്ലെ, ഒരു ഇൻഇക്വാലിറ്റി അവിടെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് ഏതാ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റി, സോഷ്യൽ ആൻഡ് ഇനക്വാലിറ്റി ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഫ്രാൻസ്.
ഓക്കെ, അടുത്ത പോയിന്റ് എഴുതി. പിന്നെ പറയുന്നു അടുത്തൊരു പോയിന്റ് ആണ് ഈ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഈസ് ദ ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻടു 3 സ്ട്രാറ്റ. ഫ്രഞ്ച് സൊസൈറ്റിയെ, ഫ്രാൻസിലെ സമൂഹത്തെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. എങ്ങനെയാണ്? ദേ വെയർ നോൺ ആസ് എസ്റ്റേറ്റ്സ്. അതിനെ എസ്റ്റേറ്റുകൾ എന്നാണ് വിളിച്ചിരുന്നത്. അതായത് ഫ്രഞ്ച് സൊസൈറ്റിയെ, ടോട്ടലുള്ള സൊസൈറ്റിയെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതിനെ എന്താണ് വിളിച്ചിരുന്നത്? എസ്റ്റേറ്റ് എന്നാണ് വിളിച്ചത്. ദ ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻടു, അല്ലെ അടുത്തത് നമുക്ക് എഴുതാം. ദ ഫ്രഞ്ച് സൊസൈറ്റി വാസ് divided into 3 strata. എന്താ സ്ട്രാറ്റ? 3 തലങ്ങളായിട്ട് ഫ്രഞ്ച് സൊസൈറ്റിയെ 3 തലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. 3 സ്ട്രാറ്റ. ആൻഡ് ദേ വേർ നോൺ ആസ് എസ്റ്റേറ്റ്സ്. അതിനെന്താണ് വിളിക്കുന്നത്? എസ്റ്റേറ്റുകൾ എന്നാണ് വിളിക്കുന്നത്. ഫ്രഞ്ച് സൊസൈറ്റിയെ 3 തട്ടുകളായിട്ട്, 3 സ്ട്രാറ്റ, അല്ലെ, 3 തട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതിന് വിളിക്കുന്ന പേരാണെന്ത്? എസ്റ്റേറ്റ്സ്. ഫ്രഞ്ച് സൊസൈറ്റിയെ 3 സ്ട്രാറ്റകളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? എസ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നത്. എസ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്നത്. എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ? ഓക്കെ, നെക്സ്റ്റ് പേജിലുണ്ട് അതിൻ്റെ ഒരു ചിത്രം. ഓക്കെ, ഈ ചിത്രം നോക്കൂ, അല്ലേ? ഈ ചിത്രത്തിൽ നോക്കൂ, ആദ്യം കാണുന്നത് ഫസ്റ്റ് എസ്റ്റേറ്റ് ആണ്, അല്ലെ? ഏറ്റവും മുകളിലുള്ള എസ്റ്റേറ്റ് ആണ്. എന്താണ് അതിൽ കാണിച്ചിട്ടുള്ളത്? നോക്കൂ, ഫസ്റ്റ് എസ്റ്റേറ്റ്, അല്ലെ, ഒന്നാമത്തെ എസ്റ്റേറ്റ് ആണ്. അത് ക്ലർജി ആണ്. എന്താ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ എന്താണ്? അതായത് നിങ്ങൾ ആലോചിക്കാം, ഒരു 3 നില കെട്ടിടമാണ്. ആ 3 നില കെട്ടിടമാണ് ഓരോ എസ്റ്റേറ്റ് നിൽക്കുക. ആദ്യം ഏറ്റവും മുകളിലുള്ളത് ഫസ്റ്റ് എസ്റ്റേറ്റ്, അതിന് താഴെയുള്ളത് സെക്കൻഡ് എസ്റ്റേറ്റ്, ഏറ്റവും താഴെയുള്ളത് എന്താണ്? തേർഡ് എസ്റ്റേറ്റ്. അപ്പൊ ഫസ്റ്റ് എസ്റ്റേറ്റിൽ ഏറ്റവും മുകളിലുള്ള ആളുകൾ, അതായത് ഫ്രഞ്ച് സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്യാണ്, ഏറ്റവും മുകളിലുള്ള ആരാണ്? ക്ലർജി ആണ്. ആരാണ്? ക്ലർജി. എന്താ ക്ലർജി എന്ന് പറഞ്ഞാല്? പുരോഹിതന്മാര്. ആരാണ്? പുരോഹിതന്മാര്. അവരുടെ ഒന്ന് നോക്കാം, അവരുടെ എന്തൊക്കെയാണെന്നുള്ളത്. ആ സൈഡിലോട്ട് കൊടുത്തിട്ടുള്ള ബോക്സ് കണ്ടില്ലേ? ഹെൽഡ് വാസ്റ്റ് ലാൻഡ്. അവരുടെ അടുത്ത് ധാരാളം എന്തുണ്ടായിരുന്നു? ഭൂപ്രദേശങ്ങൾ കൈവശം ഉണ്ടായിരുന്നു. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്. ഒരുപാട് സ്ഥലം ആരുടെ കയ്യിലായിരുന്നു? പുരോഹിതന്മാരുടെ കയ്യിലായിരുന്നു. പിന്നെ കളക്റ്റഡ് ദ ടാക്സ്. അവരെന്ത് കളക്ട് ചെയ്തിരുന്നു? ടാക്സ്, നികുതി കളക്ട് ചെയ്തിരുന്നു. തിതെ, ആ ടാക്സിന്റെ പേരാണ് തിതെ, ഫ്രം ഫാമേഴ്സ്. അപ്പൊ കർഷകരിൽ നിന്ന് ഇവര് തിതെ എന്ന് പറയുന്ന ഒരു നികുതി കളക്ട് ചെയ്തിരുന്നു. അതേപോലെ എന്താണ്? എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. മറ്റു സൈഡിൽ കണ്ടോ? എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്. എല്ലാ ടാക്സിൽ നിന്നും, എല്ലാ നികുതിയിൽ നിന്നും ഇവരെ ഒഴിവാക്കിയിരുന്നു. ആരെ? ക്ലർജിയെ ഒഴിവാക്കിയിരുന്നു. പിന്നെ പറയുന്നു കൺട്രോൾഡ് ഹയർ പൊസിഷൻ ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി സർവീസസ്. അല്ലേ? ഭരണത്തിന്റെയും അതുപോലെ സൈന്യത്തിന്റെയും ഒക്കെ ഉയർന്ന പദവികൾ ആർക്കായിരുന്നു? ഇവരായിരുന്നു, ക്ലർജി ആയിരുന്നു. അപ്പൊ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഫസ്റ്റ് എസ്റ്റേറ്റ് പീപ്പിൾ ആണ് ആര്? ക്ലർജി എന്ന് പറയുന്നത്. രണ്ടാമത് നോക്കൂ, സെക്കൻഡ് എസ്റ്റേറ്റ് നൊബിലിറ്റി. എന്താണ്? നൊബിലിറ്റി. നൊബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാര്. ആരാണ്? പ്രഭുക്കന്മാര്. പ്രഭുക്കന്മാരുടെ നേരെ എന്തൊക്കെ നോക്കും? എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസസ്. അവർ സൈനിക സേവനങ്ങളിൽ എൻഗേജ് ആയിട്ടുള്ള ആളുകളായിരുന്നു. പിന്നെന്താണ്? കളക്റ്റഡ് വേരിയസ് ടാക്സസ് ഫ്രം ഫാമേഴ്സ്. കർഷകരിൽ നിന്ന് ഒരുപാട് ടാക്സുകൾ ഇവർ കളക്ട് ചെയ്യുകയുണ്ടായിരുന്നു. പിന്നെ മെയ്ഡ് ഫാമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജസ്. അല്ലെ? കർഷകരെ കൊണ്ട് ഇവർ തൊഴിലെടുപ്പിക്കും, ജോലി എടുപ്പിക്കുന്നു. വിത്തൗട്ട് വേജസ്, വേതനം കൊടുക്കാതെ, കൂലി കൊടുക്കാതെ കർഷകരെ കൊണ്ട് ഇവർ ജോലി എടുപ്പിക്കുമായിരുന്നു. പിന്നെ അതേപോലെ മറ്റോ എക്സംപ്റ്റഡ് ഫ്രം ടാക്സസ്, ടാക്സിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ലെഡ് ലക്ഷറിയസ് ലൈഫ്. അല്ലെ? ആർഭാടപൂർവ്വമല്ല, ആഡംബര ജീവിതം നയിച്ചിരുന്നു. ഹെൽഡ് വാസ്റ്റ് ലാൻഡ്. ഒരുപാട് ലാൻഡുകൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. അതാണ് സെക്കൻഡ് എസ്റ്റേറ്റ്. അപ്പൊ ഫസ്റ്റ് എസ്റ്റേറ്റ് ആരാണ്? നൊബിലിറ്റിയും. സെക്കൻഡ് എസ്റ്റേറ്റ്, ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജിയും, സെക്കൻഡ് എസ്റ്റേറ്റ്
നൊബിലിറ്റിയും അല്ലെ ഏകദേശം ഒരേ മാതിരിയാണ് അല്ലെ. ഹയർ പൊസിഷനിലുള്ള ആളുകളാണ്, മിലിറ്ററി സർവീസിനും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനും ഒക്കെ ഉള്ള ആളുകളാണ്. അതുപോലെ കർഷകരിൽ നിന്ന് ടാക്സ് രണ്ടുപേരും വാങ്ങിയിരുന്നു അല്ലെ. ടാക്സ് രണ്ടുപേരും കളക്ട് ചെയ്തിരുന്നു. ക്ലർജി തിതെ എന്ന് പറയുന്ന പേരിലാണ് കളക്ട് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി തേർഡ് എസ്റ്റേറ്റിലുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കൂ. ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ, ദ മിഡിൽ ക്ലാസ് അല്ലെ. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ, ഇൻക്ലൂഡിങ് ട്രേഡേഴ്സ് കച്ചവടക്കാർ, റൈറ്റേഴ്സ് അല്ലെ എഴുത്തുകാരന്മാർ, ലോയേഴ്സ് വക്കീലന്മാർ, ഒഫീഷ്യൽസ് ഓഫീസ് ജോലി എടുക്കുന്ന ആളുകൾ, ടീച്ചേഴ്സ് അധ്യാപകർ, ആൻഡ് ബാങ്കേഴ്സ് ബാങ്കുകാർ, അതുപോലെ ഫാമേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്മെൻ അല്ലെ കർഷകരും അതുപോലെ കൈത്തൊഴിലാളികളും ഒക്കെയായിരുന്നു ഈ ഒരു വിഭാഗത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ആരൊക്കെയാണ് തേർഡ് എസ്റ്റേറ്റിലുള്ളത്? മിഡിൽ ക്ലാസ് പീപ്പിൾ, ടീച്ചേഴ്സ്, ട്രേഡേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ്, പിന്നെ അതുപോലെ ഫാമേഴ്സും ക്രാഫ്റ്റ്മെനും ഇവരൊക്കെയായിരുന്നു തേർഡ് എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്, അതായത് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ. ഇവരൊക്കെ നോക്കൂ, നോ റോൾ ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഇവർക്ക് ഈ പറഞ്ഞിട്ട് തേർഡ് എസ്റ്റേറ്റിലുള്ള ആളുകൾക്ക് നോ റോൾ ഇൻ അഡ്മിനിസ്ട്രേഷൻ, ഭരണകാര്യങ്ങളിൽ ഒരു അവകാശവും ഇല്ലായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ എന്ന് പറയുന്നു പെയ്ഡ് ലാൻഡ് ടാക്സ്, ഒരു ഭൂനികുതി അല്ലെങ്കിൽ ഭൂമി നികുതി, നെയിംലി ടൈലേ ടു ദി ഗവൺമെന്റ്. ഗവൺമെന്റിന് ഒരു ലാൻഡ് ടാക്സ് ആയിട്ടുള്ള ടൈലേ, എന്താണ് തൈലേ എന്ന് പറയുന്ന ഒരു ലാൻഡ് ടാക്സ് ഗവൺമെന്റിന് ഇവർ കൊടുത്തിരുന്നു. പിന്നെ അടുത്ത നോക്കൂ, ലോ സോഷ്യൽ സ്റ്റാറ്റസ് അല്ലേ. തീരെ സാമൂഹിക പദവികൾ, സോഷ്യൽ സ്റ്റാറ്റസ്, സാമൂഹിക പദവി ഇവർക്ക് തീരെ ഇല്ലായിരുന്നു. പിന്നെ പെയ്ഡ് ടാക്സസ് ടു ക്ലർജി ആൻഡ് നോബിൾസ് അല്ലെ, ക്ലർജിക്കും നോബിൾസിനും ഇവര് ടാക്സ് കൊടുത്തിരുന്നു. അപ്പൊ ഇതാണ് ഫ്രഞ്ച് സൊസൈറ്റി. ഏതൊക്കെയാണ്? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു അല്ലെ, 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഏതൊക്കെയാണ്? ഫ്രഞ്ച് എസ്റ്റേറ്റുകൾ എന്നാണ് പറയപ്പെടുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് അല്ലെ എന്നിങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു അല്ലെ. ഇത് നമുക്കൊരു ഡിവിഷൻ ആക്കാം. ഓക്കെ, ഇങ്ങനെ വയ്ക്കാം. 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ് ആൻഡ് തേർഡ് എസ്റ്റേറ്റ്. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ത്രികോണ രീതിയൊക്കെ ഏറ്റവും ഉയർന്നു നിൽക്കുന്നതാണ് ഫസ്റ്റ് എസ്റ്റേറ്റ് അല്ലെ. ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ള ആളുകൾ ആരാണ്? ക്ലർജി ആണ്. ഓക്കെ, ക്ലർജി പീപ്പിൾ ആണ്. ക്ലർജി എന്ന് പറഞ്ഞാൽ ആരാ? പുരോഹിതന്മാരാണ്. ആരാണ്? പുരോഹിതന്മാരാണ്. സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് ആരാണ്? നോബിൾസ് അല്ലെ, നോബിലിറ്റി പീപ്പിൾ ആണ്. നോബിൾസ് അല്ലെ, നൊബിലിറ്റി. ഓക്കെ, നൊബിലിറ്റി തന്നെ എഴുതാം. നൊബിലിറ്റി എന്ന് പറഞ്ഞാല് പ്രഭുക്കന്മാർ, അല്ലെങ്കിൽ നോബിൾസ് എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാർ. തേർഡ് എസ്റ്റേറ്റിലുള്ള ആരായിരുന്നു? മിഡിൽ ക്ലാസ് അല്ലെ, മിഡിൽ ക്ലാസ് പീപ്പിൾ ആണ് തേർഡ് എസ്റ്റേറ്റിലുള്ള. അതുപോലെ ഫാമേഴ്സ്, പിന്നെ ക്രാഫ്റ്റ്മെൻ. ഓക്കെ, ക്രാഫ്റ്റ്മെൻ എന്ന് പറഞ്ഞാല് കൈത്തൊഴിലാളികൾ. അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു സൊസൈറ്റി ഇവിടെ ഫ്രാൻസിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന സൊസൈറ്റി ഇതൊക്കെയായിരുന്നു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ടോട്ടലായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ദീസ് ഈസ് ദ മേജർ കേസസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ദീസ് ആർ ദ മേജർ കോസസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതേണ്ട പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്കൊന്നും കൂടി നോക്കാം. ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യം നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുന്നു, ഒന്ന് ഒടിക്കുന്നു. ഓക്കെ, നോക്കാം. ആദ്യത്തെ, ദേ ആർ ഓട്ടോക്രാറ്റിക് റൂൾ അല്ലെ. അവിടെ എങ്ങനെയായിരുന്നു? ഇൻ ഫ്രാൻസ് ദർ ആർ ഓട്ടോക്രാറ്റിക് റൂൾ. ഫ്രാൻസിന് എങ്ങനത്തെ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്? ഓട്ടോക്രാറ്റിക് ആയിരുന്നു അല്ലെ, ഏകാധിപത്യ ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ പറയുന്നു ദ റൂളേഴ്സ് വേർ സ്ക്വണ്ടേഴ്സ്. ഭരണാധികാരികള് എന്തായിരുന്നു? സ്ക്വണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ധൂർത്തന്മാരായിരുന്നു. ഭരണാധികാരികൾ എങ്ങനെയായിരുന്നു? ധൂർത്തന്മാരായിരുന്നു. പിന്നെ മെജോറിറ്റി ഇൻ ഫ്രാൻസ്, ഭരണാധികാരികൾ ധൂർത്തന്മാരായിരുന്നു. മെജോറിറ്റി ഇൻ ഫ്രാൻസ്, അതായത് സാധാരണ ആളുകൾ ദേ ലിവ്ഡ് ഇൻ മിസറി.
എങ്ങനെയായിരുന്നു? ദുരിതപൂർണ്ണം, മിസറി എന്ന് പറഞ്ഞാൽ ദുരിതപൂർണമായിട്ടുള്ള ജീവിതമായിരുന്നു ഇവർ നയിച്ചിരുന്നത്. മെജോറിറ്റി ഇൻ ഫ്രാൻസ് ദേ ലിവ്ഡ് ഇൻ മിസറി. പിന്നെ പറയുന്നു ലക്ഷറി ലൈഫ് ആൻഡ് എക്സ്ട്രാവജൻസ് ഓഫ് കിങ്. രാജാക്കന്മാരുടെ അല്ലെങ്കിൽ മൈനോറിറ്റി പീപ്പിളിന്റെ ആ ലക്ഷറി ലൈഫ്, ആഡംബരപൂർണമായിട്ടുള്ള ജീവിതങ്ങൾ, എക്സ്ട്രാവജൻസിലെ ദൂർത്തടിക്കുന്ന രീതിയിലുള്ള ജീവിത രീതികളായിരുന്നു ആളുടെ രാജാക്കന്മാരുടെ. പിന്നെ പറയുന്നു സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റി. സമൂഹത്തിൽ സാമൂഹികവും അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള ഇൻഇക്വാലിറ്റികൾ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു ഫ്രാൻസിൽ. അല്ലെ, അതുകൊണ്ട് നമുക്ക് പറയാൻ ഫ്രഞ്ച് സൊസൈറ്റിയെ 3 ഡിവൈഡ് ചെയ്യുന്നു. ദ ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു 3 സ്ട്രാറ്റ. 3 സ്ട്രാറ്റകളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ്, അല്ലെ, അതിനെ വിളിക്കുന്ന പേരാണ് എസ്റ്റേറ്റ്. ദേ ആർ നോൺ ആസ് എസ്റ്റേറ്റ്. അതിന് എസ്റ്റേറ്റ് എന്നാണ് അറിയുന്നത്. ഒന്ന് ഫസ്റ്റ് എസ്റ്റേറ്റ്, സെക്കൻഡ് എസ്റ്റേറ്റ്, തേർഡ് എസ്റ്റേറ്റ് എന്നിങ്ങനെ എസ്റ്റേറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ക്ലർജി പീപ്പിൾ ആണ്, അതായത് പുരോഹിതന്മാരാണ്. സമൂഹത്തിന്റെ ഏറ്റവും ഉയർന്ന പദവി നിർവഹിക്കുന്ന ആളുകളാണ് ആര്? ക്ലർജി പീപ്പിൾ. അത് കഴിഞ്ഞിട്ടുള്ളതാണ് നൊബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാരായിരുന്നു. പിന്നെ പറയുന്നത് തേർഡ് എസ്റ്റേറ്റ് ആയിട്ടുള്ള സാധാരണ ആളുകളാണ്. മിഡിൽ ക്ലാസ് പീപ്പിളും ഫാമേഴ്സും അതുപോലെ ക്രാഫ്റ്റ്മെൻ ആളുകളൊക്കെ തേർഡ് ക്ലാസ്സിലാണ് വരുന്നത്. ഓക്കെ, ഈ ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും ഈ 2 എസ്റ്റേറ്റുകളായിരുന്നു എപ്പോഴും ആരിൽ നിന്ന് എന്ത് വാങ്ങാനുണ്ടായിരുന്നു? ടാക്സുകൾ കളക്ട് ചെയ്യായിരുന്നു, അല്ലെ. ഫസ്റ്റും സെക്കൻഡും തേർഡിൽ നിന്ന് ടാക്സുകൾ കളക്ട് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റിന്റെ അടുത്തും സെക്കൻഡിന്റെ അടുത്തുമാണ് ഒരുപാട് ലാൻഡുകൾ. ദേ ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, അല്ലെ, ഒരുപാട് ലാൻഡുകൾ ഇവരുടെ കയ്യിലായിരുന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ് തേർഡ് എസ്റ്റേറ്റിൽ നിന്ന് തിതെ എന്ന് പറയുന്ന ഒരു ടാക്സ് കളക്ട് ചെയ്തിരുന്നു. അതുപോലെ തേർഡ് എസ്റ്റേറ്റ് തൈലെ എന്ന് പറയുന്ന ലാൻഡ് ടാക്സ് ഗവൺമെന്റിന് കൊടുക്കുമായിരുന്നു. അതുപോലെ ഫസ്റ്റ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത് മിലിറ്ററി സർവീസിലും ഒക്കെ ഉള്ള അഡ്മിനിസ്ട്രേഷൻ സർവീസിലും ഒക്കെ ഉയർന്ന പദവികൾ നിർവഹിക്കുന്ന ആളുകളായിരുന്നു ഫസ്റ്റ് എസ്റ്റേറ്റ്. സെക്കൻഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മിലിറ്ററി സർവീസിലുള്ള ആളുകളായിരുന്നു. ഇവർ 2 പേരും ഗവൺമെന്റിന് എന്ത് കൊടുക്കണ്ട? എക്സംപ്റ്റഡ് ഫ്രം ടാക്സ്. ഗവൺമെന്റിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു സോഷ്യലായിട്ടും എക്കണോമിക്കുമായിട്ടുള്ള ഇൻഇക്വാലിറ്റികൾ, അസമത്വങ്ങൾ ഫ്രാൻസിൽ നിലനിന്നിരുന്നു. ഇത് തന്നെയാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ ആദ്യത്തെ കുറച്ച് കാരണങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, കാരണങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും.